കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥിയെ റാഗിങ്ങിനിരയാക്കിയതായി പരാതി. ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് റാഗിങ്ങിനിരയായത്. സംഭവത്തിൽ 2-3 വർഷ ബിരുദ വിദ്യാർത്ഥികളായ 13 പേരെ സസ്പെൻഡ് ചെയ്തു. പ്രിൻസിപ്പൽ VS അനിൽകുമാറാണ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തത്. ജൂലൈ 13-ന് കോളേജ് ക്യാമ്പസിൽ വെച്ചായിരുന്നു സംഭവം. ഒരു സംഘം വിദ്യാർത്ഥികൾ ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, പുതിയ അധ്യയന വർഷം തുടങ്ങിയ ശേഷം ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും +1 വിദ്യാർത്ഥികൾക്ക് നേരെ, ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെയൊക്കെ മുതിർന്ന സീനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണങ്ങൾ. ഇത് സംഭവത്തിൽ ഇപ്പോൾ 13 പേർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ 13 പേരാണോ ഈ വിദ്യാർത്ഥിയെ റാഗ് ചെയ്തതായി പരാതിയുള്ളത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ടോമേ. നമ്മളിപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഈ റാഗിംഗ് വാർത്തകൾ ഇപ്പോൾ പതിവായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് റാഗിങ്ങിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറയുമ്പോഴും സ്കൂളുകളിലും കോളേജിലും എന്ന വ്യത്യാസമില്ലാതെ തുടർച്ചയായ റാഗിംഗ് വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ ആശങ്കയാണ് രക്ഷിതാക്കൾക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് ഇങ്ങനെ ഒരു പരാതി വന്നത്. അതായത് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ റാഗിങ്ങിനിരയായത്. സംഭവത്തിൽ 2-3 വർഷ ബിരുദ വിദ്യാർത്ഥികൾ അടക്കം 13 പേരെയാണ് ഇപ്പോൾ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ പ്രിൻസിപ്പൽ VS അനിൽകുമാറാണ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തത്. ഈ സംഭവം ജൂലൈ 13-നാണ് ഇത്തരത്തിൽ കോളേജ് ക്യാമ്പസിൽ വെച്ച് നടക്കുന്നത്. ഈ ഒരു സംഘം ഈ വിദ്യാർത്ഥികൾ എത്തി ഈ ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തുകയും അതോടൊപ്പം ഭീഷണിപ്പെടുത്തുകയും ദേഹോപദ്രവം ഏൽക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പരാതിയുള്ളത്. ഏതായാലും സംഭവത്തെ തുടർന്ന് ഈ വിദ്യാർത്ഥി രക്ഷിതാക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് കോളേജ് അധികൃതർ ഇക്കാര്യത്തിലൊരു നടപടി സ്വീകരിക്കുന്നത്. പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ ഈ ഒരു സംഭവത്തിൽ ഇവർക്ക് വ്യക്തത വരികയും പിന്നീട് ആന്റി റാഗിംഗ് സെൽ യോഗം ചേർന്നാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിലിപ്പോൾ ഇരയായ വിദ്യാർത്ഥി പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം കോളേജിൽ നിന്നും ഇത്തരത്തിൽ സമാന രീതിയിൽ, അതായത് റാഗിംഗ് നടത്തിയതിന് അച്ചടക്ക നടപടിയെടുത്ത വിദ്യാർത്ഥി ഉൾപ്പെടെ 4 പേർ പുറത്തുനിന്നും എത്തിയാണ് ഇങ്ങനൊരു റാഗിംഗ് ചെയ്തതെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ടോമെ, മറ്റൊരു ഇത്തരത്തിലുള്ള റാഗിംഗ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഞ്ചേശ്വരം പൈവളിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ 10ാം ക്ലാസ്സിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. ഈ സംഭവത്തിൽ ഈ പൈവളിക സ്വദേശിയായ ഒരു ജലാലുദ്ദീന്റെ മകൻ മുഹമ്മദ് ജദീം ആണ് മർദ്ദനത്തിന് ഇരയായത്. ഈ കുട്ടിയുടെ കഴുത്തിനും അതുപോലെ തന്നെ നെഞ്ചിനും ഗുരുതരമായ ഇടി ഏറ്റ ഒരു അവസ്ഥയിലാണുള്ളത്. ഏതായാലും ഇത്തരത്തിൽ റാഗിംഗ് ഇങ്ങനെ തുടർച്ചയായി വരുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ സ്കൂൾ വിട്ട് വരുന്നതിനിടയിലും മറ്റുമാണ് ഇങ്ങനെ റാഗിംഗ് പതിവായി ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 4 സ്കൂളുകളിലാണ് ഇതേ രീതിയിൽ റാഗിംഗ് ഉണ്ടായതായി കാസർഗോഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റാഗിംഗ് നിയന്ത്രണത്തിനും മറ്റും നിരവധി പരിപാടികൾ പോലീസും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും ഉൾപ്പെടെ നടത്തി വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരം അതിക്രമങ്ങൾ തുടരുന്നതെന്നതാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. ഈ അക്രമങ്ങളുടെ തുടർച്ചയായി ഈ പൈവളികയിലെ വിദ്യാർത്ഥിയെ ഈ മർദ്ദിച്ച സംഭവം കൂടി വന്നതോടുകൂടി ഇപ്പോൾ പോലീസ് ശക്തമായ നടപടിക്ക് ഒരുങ്ങുകയാണ്. മാത്രമല്ല, ഇത്തരം പരാതികളിൽ കൃത്യമായ അന്വേഷണം നടത്തി ഇത്തരം റാഗിംഗ് നടത്തുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ആക്രമണം ഒരു ആസൂത്രിതമായിരുന്നോ? മാത്രമല്ല, ഇത് ഈ രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ റാഗ് ചെയ്യുന്നു, അവിടെ ഒരു ആന്റി റാഗിംഗ് വിരുദ്ധ സെല്ലൊന്നും പ്രവർത്തിക്കുന്നില്ലേ? ഇതിനു മുൻപ് സമാനമായ രീതിയിലുള്ള ഒരു റാഗിംഗ് പരാതികൾ ആ കോളേജിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ടോ ബൈജു? ടോമെ, ആന്റി റാഗിംഗ് സെല്ലുകൾ സജീവമാണ് പല സ്കൂളുകളിലായാലും. പ്രത്യേകിച്ച് ഗവൺമെന്റ് കോളേജിലൊക്കെ അത്രത്തോളം ആന്റി റാഗിംഗ് സെല്ലൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. പക്ഷേ എന്നിട്ടും ഇങ്ങനെ റാഗിംഗ് റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതെന്ന് പറയേണ്ടി വരും. അതായത് സാധാരണ റാഗിംഗ് അല്ല, ഇതിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഉണ്ടായെന്നതാണ് ഇതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. മാത്രമല്ല, 13 പേരെയാണ് ഇപ്പോൾ ഇതിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ പോലീസ് അന്വേഷണത്തിലാണ്. പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ തന്നെ 13 പേർ ചേർന്ന് ഇങ്ങനെ ഒരു ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ഇതിപ്പോൾ ജൂലൈ 13-ന് നടന്ന സംഭവമാണ്. ഈ പലപ്പോഴും ഇങ്ങനെ റാഗിങ്ങിന് ഇരയാവുന്ന കുട്ടികൾ അവർക്ക് മാനസികമായ വലിയ പ്രശ്നങ്ങളിലേക്ക് അവർ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് പിന്നീട് ആ കോളേജിലേക്ക് പഠനത്തിന് പോകാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനെ നിരന്തരം റാഗിംഗ് ഉണ്ടാകുന്നു എന്നതാണ്
ഏറ്റവും വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ ഈ ആന്റി റാഗിംഗ് സെല്ലൊക്കെ ഒരു നോക്കുകുത്തിയായി നിൽക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇതിപ്പോൾ ഈ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി അതോടൊപ്പം ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ കേസിൽ ഇപ്പോൾ പരാതി ഉള്ളത്. ഇതിലിപ്പോൾ വിദ്യാനഗർ പോലീസാണ് ഇത് സംബന്ധിച്ച് കേസ് അന്വേഷിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ആന്റി റാഗിംഗ് സെൽ കൂടി ചേർന്ന് ഇങ്ങനെ ഈ കുട്ടികളെ, ഈ 13 വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥി പറയുന്നത്. ഇത് കണ്ടെത്താനുള്ള പരിശോധനയും ഇപ്പോൾ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരമൊരു അച്ചടക്ക നടപടി മാത്രം സ്വീകരിച്ചുകൊണ്ട് പോരാ, അത് കൂടാതെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ നടപടി വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കേട്ടോ. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ റാഗിങ്ങിൽ 13 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരം നടപടി മാത്രം പോരാ, നിയമ നടപടിയും ഈ വിദ്യാർത്ഥികൾക്കെതിരെ സ്വീകരിക്കണമെന്നാണ് ആക്രമണത്തിന് ഇരയായ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ ആവശ്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.